സ്ലൈഡുകൾ വഴി പരിശീലനം നേടുന്ന താങ്കൾക്ക് ഈ വിശദമായ വിശകലനത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒന്നാം പോളിംഗ് ഓഫീസറുടെ പ്രധാന ചുമതലകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് നിങ്ങളുടെ പരിശീലനത്തിന്റെ ഭാഗമാണ്. തുടങ്ങാമല്ലേ? അതെ, തീർച്ചയായും. അപ്പോ പോളിംഗ് പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് ഒന്നാം പോളിംഗ് ഓഫീസർ. മാർക്ക് ചെയ്ത ഇലക്ടറൽ റോളിന്റെ, അതായത് വോട്ടർ പട്ടികയുടെ പൂർണ്ണ ചുമതല താങ്കൾക്കാണ്. ശരിയാണ്. അതായത് വോട്ടർമാരെ തിരിച്ചറിയുക, പിന്നെ ഇലക്ടറൽ റോളിലെ അവരുടെ ക്രമനമ്പറും പേരും ഉച്ചത്തിൽ വായിക്കുക എന്നതാണല്ലോ ആദ്യപടി. അതെ അതെ, പക്ഷെ അതിനു മുമ്പൊരു പ്രധാന കാര്യമുണ്ട്. അതായത് വോട്ടെടുപ്പ് തുടങ്ങുമ്പോൾ ആദ്യത്തെ വോട്ടർ ഫോറം 17A-യിൽ ഒപ്പിടുന്നതിന് മുമ്പ് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൺട്രോൾ യൂണിറ്റിലെ ആകെ വോട്ടുകൾ 0 ഉറപ്പാക്കുന്ന കാര്യമല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? കൃത്യമായി പറഞ്ഞു. പ്രിസൈഡിംഗ് ഓഫീസറുമായി ചേർന്ന് കൺട്രോൾ യൂണിറ്റിൽ വോട്ടുകൾ 0 ഉറപ്പാക്കണം. എന്നിട്ട് ഈ വിവരം ഫോറം 17A-യിൽ രേഖപ്പെടുത്തുകയും വേണം. അവിടെ ഒരു കാര്യമുണ്ട്. അത് രേഖപ്പെടുത്തുമ്പോൾ പെൻസിൽ ഉപയോഗിക്കാൻ പാടില്ല, മഷി തന്നെ വേണം എന്ന് കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. അതെന്തുകൊണ്ടാണെന്ന് പറയാമോ? വളരെ ലളിതമായ കാരണമാണ് സുതാര്യത തന്നെ. പെൻസിലാവുമ്പം ആർക്കും എളുപ്പത്തിൽ മായ്ച്ചു കളയാനോ കൃത്രിമം കാണിക്കാനും സാധിക്കുമല്ലോ. ഓഹോ, അപ്പോ മഷിയാകുമ്പോൾ അതൊരു സ്ഥിരമായ ഔദ്യോഗിക രേഖയായി മാറും. തിരുത്താൻ കഴിയില്ല അല്ലേ? അതെ, തുടക്കം മുതലേ ഈ സുതാര്യത കർശനമായി പാലിക്കണം. ഇനി നമുക്ക് വോട്ടറെ തിരിച്ചറിയുന്നതിലേക്ക് വരാം. എല്ലാവർക്കും വോട്ടർ ID, അതായത് എപിക് കാണില്ലല്ലോ. അതെ അതെ. അങ്ങനെ വരുമ്പോൾ ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് പോലെയുള്ള 11 ബദൽ രേഖകൾ ഉപയോഗിക്കാമെന്ന് സ്ലൈഡുകളിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, തൊഴിലുറപ്പ് കാർഡോ ബാങ്ക് പാസ്ബുക്കോ ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു. പക്ഷെ താങ്കൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണത്? ഈ ഫോട്ടോ വോട്ടർ സ്ലിപ്പ് ഉണ്ടല്ലോ, അതൊരിക്കലും വോട്ട് ചെയ്യാനുള്ള ഒരു അടിസ്ഥാന തിരിച്ചറിയൽ രേഖയായി മാത്രം സ്വീകരിക്കാൻ പാടില്ല. അത് വളരെ പ്രധാനമാണ്. അതൊരു നല്ല പോയിന്റാണ്. പിന്നെ മറ്റൊരു പ്രായോഗിക സംശയം വരുന്നത്, ഈ തിരിച്ചറിയൽ രേഖയും വോട്ടർ പട്ടികയും ഒത്തുനോക്കുമ്പോൾ പേരിൽ ചെറിയ അക്ഷരത്തെറ്റുകൾ കണ്ടാൽ എന്തു ചെയ്യുമെന്നതാണ്. അതായത് വന്നിരിക്കുന്നത് യഥാർത്ഥ വോട്ടറാണെന്ന് താങ്കൾക്ക് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ ഇത്തരം ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ അവരെ മടക്കി അയക്കാൻ പാടില്ല. അപ്പൊ ചെറിയ അക്ഷരത്തെറ്റുകൾ അവഗണിക്കാമല്ലേ? തീർച്ചയായും. എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടിസ്ഥാന ലക്ഷ്യം. അർഹതപ്പെട്ട ഒരാൾക്കും വോട്ടവകാശം നിഷേധിക്കപ്പെടരുത്. വളരെ വ്യക്തമാണ്. അപ്പോൾ വോട്ടറെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പടി ഇലക്ടറൽ റോളിൽ അത് രേഖപ്പെടുത്തുക എന്നതാണല്ലോ. അതിന് പ്രത്യേക രീതികളുണ്ടോ? ഉണ്ട്. ശാസ്ത്രീയമായ ഒരു രീതിയാണതിനുള്ളത്. പുരുഷന്മാരാണെങ്കിൽ അവരുടെ പേരിനു കുറുകെ ഒരു ഡയഗണൽ വര, അതായത് ഒരു ചെരിഞ്ഞ വര വരയ്ക്കണം. അപ്പൊ സ്ത്രീകൾക്കാണെങ്കിലോ? സ്ത്രീകൾക്കാണെങ്കിൽ ഈ ഡയഗണൽ വരയോടൊപ്പം ക്രമനമ്പറിന് ചുറ്റും ഒരു വട്ടം കൂടി വരയ്ക്കണം, ഒരു സർക്കിൾ. ഓക്കെ. അപ്പോൾ ട്രാൻസ്ജെൻഡറുകളാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ട്രാൻസ്ജെൻഡർ വോട്ടർമാർക്ക് ക്രമനമ്പറിന് സമീപം ഒരു നക്ഷത്രചിഹ്നം, അതായത് ഒരു സ്റ്റാർ മാർക്ക് നൽകണം. ഇങ്ങനെ വ്യത്യസ്ത ചിഹ്നങ്ങൾ നൽകി പ്രത്യേകമായി വേർതിരിക്കുന്നത് എന്തിനാണെന്ന് കൂടി പറയാമോ? അത് വളരെ ലളിതമാണ്. പോളിംഗ് അവസാനിക്കുമ്പോൾ എത്ര പുരുഷന്മാർ, എത്ര സ്ത്രീകൾ, എത്ര ട്രാൻസ്ജെൻഡർ വോട്ടർമാർ വോട്ട് ചെയ്തു എന്ന് വളരെ വേഗത്തിൽ കണക്കെടുക്കാൻ വേണ്ടിയാണിത്. മനസ്സിലായി. വൈകുന്നേരം ആ വലിയ തിരക്കിൽ ഓരോ പേജും എണ്ണി നോക്കുന്നതിന് പകരം ഈ വട്ടങ്ങളും നക്ഷത്രങ്ങളും നോക്കി എളുപ്പത്തിൽ കണക്കെടുക്കാമല്ലേ? അതെ, കൃത്യമായി അത് തന്നെ. ഒന്നാം പോളിംഗ് ഓഫീസറുടെ ജോലിയിലെ ഈ ചെറിയ കാര്യങ്ങൾ വൈകുന്നേരത്തെ നടപടിക്രമങ്ങൾ വളരെ എളുപ്പമാക്കും. ശരിയാണ്. അപ്പൊ ചുരുക്കത്തിൽ വോട്ടെടുപ്പ് പ്രക്രിയയുടെ താളം നിശ്ചയിക്കുന്നത് ഒന്നാം പോളിംഗ് ഓഫീസറാണ് എന്ന് പറയാം. അതെ, ഒരു വോട്ടർ ബൂത്തിലേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന മുഖം താങ്കളുടേതാണ്. നിങ്ങളുടെ കൃത്യത വളരെ പ്രധാനമാണ്. തീർച്ചയായും. അപ്പോൾ പോളിംഗ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഈ പരിശോധനകളിലെ ചെറിയൊരു ശ്രദ്ധക്കുറവ് പോലും അവസാനത്തെ വോട്ടെണ്ണലിനെ സാരമായി ബാധിച്ചേക്കാം എന്നോർക്കുക. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ താങ്കൾ സ്ലൈഡുകളിലൂടെയുള്ള പരിശീലനം തുടരുക. ആശംസകൾ.